ഞാനിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരിയിലെ സംഗം ഹോട്ടലിൻ്റെ റൂഫിലാണ്. ഈ ഒരു അന്തരീക്ഷം കാണുമ്പോൾ ഒന്നുകിലിത് ഒരു സൂര്യ ഉദയത്തിൻ്റെ മുന്നോടി അല്ലെങ്കിൽ സൂര്യാസ്തമയം കഴിഞ്ഞുള്ള സമയം എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ സൂര്യോദയം കാണാനായിട്ടാണ് നിൽക്കുന്നത്. കന്യാകുമാരിയിൽ എല്ലാവരും വരുന്നത് തന്നെ ഒരു സൂര്യോദയം കാണുന്നതിനാണ്. എന്നാൽ പലർക്കും ആ സൂര്യോദയം അപ്രാപ്യമായിരിക്കും. കാരണം ക്ലൗഡൊക്കെ കയറി കിടക്കുന്ന കാരണം സൂര്യോദയം നന്നായിട്ട് കാണാനൊക്കെ കഴിയില്ല. അപ്പം പലരും നിരാശരായിട്ടായിരിക്കും മടങ്ങുന്നത്. ഇപ്പോൾ ഇവിടെയും കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അതുകൊണ്ടൊരു സൂര്യോദയം കാണാൻ പറ്റുമോ എന്നുള്ള ഒരു അങ്കലാപ്പ് ഞങ്ങളുടെ മനസ്സിലുമുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം. നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 മണി 7 മിനിറ്റിനാണ് സൂര്യോദയം വരുന്നത്. സൂര്യോദയം വരുന്നതിന് മുന്നോടിയായിട്ട് ഒരു അമ്പലത്തിൽ ബെല്ലൊക്കെ അടിക്കും, അല്ലെങ്കിൽ ഒരു സൈറനൊക്കെ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ സൈറനൊക്കെ ഞാൻ കേട്ടായിരുന്നു. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് സൂര്യോദയം കാണാനുള്ള ഭാഗ്യമുണ്ടായി. കടലിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ സൂര്യൻ ഇങ്ങോട്ട് മേലോട്ട് കയറി വരുന്നുണ്ട്. ഇത്രയും നല്ലൊരു കാഴ്ച ഞാൻ കന്യാകുമാരിയിൽ ഇതുവരെ കണ്ടിട്ടില്ല. നേരത്തെയും കന്യാകുമാരിയിൽ പലതവണ വന്നിട്ടുണ്ടെങ്കിലും സൂര്യോദയം കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര വ്യക്തമായിട്ട് ഒരു സൂര്യോദയം കാണുന്നത് ആദ്യമായിട്ടാണ്. അതിനുള്ള ഭാഗ്യം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. സൂര്യാസ്തമയവും ഉദയവും ഒരേ സ്ഥലത്ത് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് കന്യാകുമാരി. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്നുകിൽ അസ്തമയം കാണാൻ പറ്റും, അല്ലെങ്കിൽ ഉദയം കാണാൻ പറ്റും. ഇത് രണ്ടും കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കന്യാകുമാരി. അപ്പോൾ ഇന്ന് ഞങ്ങളെ നിരാശപ്പെടുത്തിയില്ല. ഞങ്ങൾക്ക് നന്നായിട്ട് സൂര്യോദയം കാണാനായിട്ട് കഴിഞ്ഞു. സൂര്യൻ ഇപ്പം മൊത്തത്തിൽ കടലിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടില്ല, പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലൗഡൊക്കെ ആ സൂര്യൻ്റെ മേളിലായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ആണിത് കാണാനായിട്ട് പറ്റിയത്. ഇവിടെ ഒരു പുലിമുട്ടുണ്ട്. ആ പുലിമുട്ടിൻ്റെ അടുത്ത് നിന്ന് നോക്കിയാൽ കുറേ കൂടെ അടുത്തായിട്ട് നമുക്കിത് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതുവരെ നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഹോട്ടലിൻ്റെ മേളിൽ നിന്ന് തന്നെയാണ് ഇത് കാണാനായിട്ട് തീരുമാനിച്ചത്. അല്ലെങ്കിൽ പിന്നെ താഴെ ഇറങ്ങി ആ പുലിമുട്ട് വരെയൊക്കെ നടന്നു പോകേണ്ടി വരും. കന്യാകുമാരിയിൽ ആളുകൾ ഒഴുകിയെത്തുന്നതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിലൊന്ന് ഈ സൂര്യോദയം കാണാനായിട്ടാണ്. പിന്നെ വിവേകാനന്ദ പാറ കാണുക. ഇപ്പോൾ ഒരു ഗ്ലാസ് ബ്രിഡ്ജും കൂടെ ഓപ്പൺ ആയിട്ടുണ്ട് തിരുവള്ളൂർ പ്രതിമയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. ശരിക്കും നല്ലൊരു വൈബുള്ള സ്ഥലമാണ് കന്യാകുമാരി. നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ കന്യാകുമാരിയിലേക്ക് വരുന്നുണ്ട്. അവർക്ക് കടലിൽ കുളിക്കുക എന്നുള്ളതൊക്കെ ഒരു ഹരമാണ്. ഞങ്ങൾ ഇന്നലെ തന്നെ ത്രിവേണി സംഗമത്തിൽ പോയപ്പോഴത്തേക്ക് കൂടുതലും നോർത്ത് ഇന്ത്യക്കാരാണ് അവിടെ കുളിക്കാനായിട്ട് ഉണ്ടായിരുന്നത്.